ഹായ് ഗൈസ്, നമുക്ക് ചീനിക്കൊരു കറി ഉണ്ടാക്കിയാലോ? ഇവിടെ ചീനി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കാം. ആദ്യം അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ്, ഞാനിവിടെ പാനലുപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാന്താരി മുളകാണ്. കാന്താരി മുളകില്ലെങ്കിൽ നമുക്ക് പച്ചമുളകും ആഡ് ചെയ്യാം. കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ചതയണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഇതിലേക്കായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എരിയൊക്കെ കുറഞ്ഞ് ടേസ്റ്റായിട്ട് വരും. ഇനിയാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്, ഉള്ളിയാണ് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് അരയേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് ചീനിക്കുമായിട്ടുള്ള കറി തയ്യാറായിരിക്കുകയാണ്. ഉള്ളി നന്നായിട്ട് അരഞ്ഞാൽ അതിൻ്റെ സ്വാദങ്ങ് പോകും. എൻ്റെ അത് കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ചീനിയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.